പ്രിയപ്പെട്ടവരെ, യൂട്യൂബറായിട്ടുള്ള സഖാവ് അബു അരീക്കോട് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടില്ലേ? എന്തിനാണ് അബു അരീക്കോട് ആത്മഹത്യ ചെയ്തതെന്നുള്ള അറിയോ? നിങ്ങൾ എൻ്റെ പ്രൊഫൈലൊന്ന് കയറി നോക്കണം. അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. സഖാക്കളെ, ഉള്ള കാലം അയാൾ നിങ്ങളുടെ പാർട്ടിയുടെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസിലെങ്കിലും ആത്മാർത്ഥമായിട്ട് തന്നെ നീതി നടപ്പിലാക്കാൻ നിങ്ങൾ ഓരോ ആളുകളും ഇറങ്ങി തന്നെ വേണം. ഇതുമായി സംബന്ധിച്ച് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസുകാരോട് എനിക്കൊരു അഡ്വൈസ് ഉണ്ട്. നിങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ തുടക്കം തുടങ്ങേണ്ടത് സലീൽ ബിൻ ഖാസിം എന്ന് പറയുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അതുപോലെ ഹൈദർ മദൂരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവർ രണ്ടുപേരും നിരന്തരം ഈ ചെറുച്ചിരുന്നു എന്നുള്ളത് ഈ ചെറുക്കൻ തന്നെ പറയുന്നതിൻ്റെ വോയിസ് മെസ്സേജസ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തെളിവായിട്ട് എടുക്കാം. അവരാണെങ്കിൽ സഖാക്കൾക്ക് അറിയുന്നത് തന്നെയാണ്, അവർ അവസരവാദികളാണ്, മനുഷ്യരെ പറ്റിച്ച് മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു പ്രത്യേക ഇനം മനുഷ്യൻ വെറുക്കപ്പെട്ട ജീവികളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം പോലീസ് നിയമപാലകർ തുടങ്ങുമ്പോൾ അത് ഈ പറയുന്ന ഹൈദർ മദൂരി അതുപോലെ തന്നെ സലീം ബിൻ ഖാസിം എന്ന് പറയുന്ന ഈ രണ്ട് പേരിൽ നിന്ന് ഇതിൻ്റെ അന്വേഷണം തുടങ്ങുക. പിന്നെ നിങ്ങൾ അധികം ദൂരം പോകേണ്ടി വരില്ല. ആ കുട്ടി മരണപ്പെട്ടതിൻ്റെ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അവരിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ ഇതിന് കൂടുതലായിട്ട് ഹിൻ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ജംഷീർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ അയാളെ കൂടി ചോദ്യം ചെയ്താൽ കൂടുതലായിട്ട് കിട്ടും. അയാളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിലെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പോലീസും കൺസേൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ട കാര്യത്തിൽ ഇങ്ങനൊരു കാര്യം എടുത്ത് പറയാൻ പാടില്ല. പക്ഷേ പ്രതികൾ രക്ഷപ്പെടുന്നത്, തെളിവ് നശിപ്പിക്കുന്നതിന് സമയം അധികം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ കൊണ്ടുവന്നിടുന്നത്.